പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ യാത്രക്കിടയിൽ ഒരു അപകട വാർത്ത കൂടി വരുന്നു. വയനാട് മൂടക്കൊല്ലിയിൽ കാട്ടാൻ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരിക്കുന്നൊരു വാർത്ത വയനാട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. 80-കാരിക്ക് പരിക്കേറ്റു. വീടിന്റെ മുറ്റത്ത് വെച്ചാണ് വയോധികയെ കാട്ടാൻ എടുത്തെറിഞ്ഞത്. നട്ടലിനൊക്കെ പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ദീപക് മോഹനുണ്ട്. ദീപക് മോഹൻ, വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. വീണ്ടും വയനാട് കാട്ടാൻ ആക്രമണം. എന്താണ് സംഭവിച്ചത്? എപ്പോഴായിരുന്നു സംഭവം? അരുൺകുമാർ, രാവിലെ 7 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. മൂടക്കൊല്ലിയിൽ തങ്കമ്മ എന്ന് പറയുന്ന സ്ത്രീ അവർ രാവിലെ വീടിന് പുറത്തിറങ്ങിയ സമയത്താണ് വീടിന്റെ മുറ്റത്ത് കാട്ടാന ആക്രമിച്ചത്. കാട്ടാനയുടെ മുൻപിൽ പെടുകയായിരുന്നു. കാട്ടാന ഇവരെ എടുത്തെറിഞ്ഞു. ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കാലിനും നട്ടലിനും പരിക്കേറ്റിട്ടുണ്ട്. വീടിനടുത്ത ഉള്ള ആളുകളാണ് ബഹളം വെച്ചതിനെ തുടർന്ന് ആന അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു. പിന്നീട് തങ്കമ്മയെ സുൽത്താൻ ബത്തേരിയിലുള്ള സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. സ്ഥിരമായി ഈ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. നിരവധി കാലങ്ങളായി അവിടെയുള്ള പ്രദേശവാസികൾ വനം വകുപ്പ് ജീവനക്കാരോട് അടക്കം പറയുന്നുണ്ട് കാട്ടാനകൾ പുലർച്ചെയൊക്കെ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നുണ്ട്. അത് തടയുന്നതിനുള്ള ഇടപെടൽ നടത്തണമെന്ന്. അതിനിടയിലാണ് ഇന്നിപ്പോൾ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഭാഗ്യം കൊണ്ടാണ് ഇവരുടെ ജീവൻ രക്ഷപ്പെട്ടത്. ഇവരിപ്പോൾ സുൽത്താൻ ബത്തേരിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ തങ്കമ്മ ഇപ്പോൾ ഉള്ളത്. അരുൺ, ദീപക്കാണ് വിവരങ്ങൾ നൽകിയത്. രാവിലെയാണ് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റിരിക്കുന്ന ഒരു വയോധികയ്ക്കാണ് പാവം നട്ടലിന് വലിയ ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ള വിവരമാണ്. 80 വയസ്സുണ്ട്. സ്വാഭാവികമായും അറിയാമല്ലോ, എല്ലിനൊന്നും കാര്യമായ ബലം പോലും ഉണ്ടാവില്ല. ഈ ആനയൊന്ന് പിടിച്ചാൽ തന്നെ ഒടിഞ്ഞു പോകുന്ന അവസ്ഥയിലായിരിക്കും പാവം. എന്തായാലും വല്ലാതെ വേദനിച്ചിട്ടുണ്ടാവും, ഭയന്നിട്ടുണ്ടാവും. 80 വയസ്സാവുമ്പോഴേ ആനയുടെ കയ്യിൽ നിന്നൊരു തട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? അപ്പോൾ ഇതാണ് ദീപക് മോഹൻ വയനാട് നിന്നും റിപ്പോർട്ട് ചെയ്തത്.